ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തന്നിരിക്കുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുവീൻ, എൻ്റെ സർവാന്തരങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുവീൻ, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കഴിഞ്ഞ കാല ജീവിതത്തിൽ തന്നിരിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ആയിരം ആയിരം സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യവും കൃപയും ധാരാളമായി ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. ഇന്ന് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. നിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിന്റെ വചനത്തെ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ. അരിഞ്ഞ പുൽപ്പുറത്ത് വീഴുന്ന മഞ്ഞുതുള്ളികൾ പോലെ നിന്റെ വചനം ഞങ്ങൾക്ക് ആശ്വാസം തരണമേ. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമായ കർത്താവേ, നിന്റെ ഇമ്പകരമായ ശബ്ദത്താൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകണമേ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കണമേ. വചനം കേട്ട് സ്വീകരിക്കുവാനും 30, 60, 100 മേനി വിളവ് പ്രദാനം ചെയ്യുന്ന ഉത്തമമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നതിനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമുക്ക് ആശ്വാസം തരും. നമ്മുടെ തകർന്നു നിറങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ ന്യായം വിധിക്കുന്നതാണ്. നമുക്ക് മാനസാന്തരം തരുന്നതാണ്. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ പർവ്വത പ്രസംഗങ്ങൾ എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ വളരെ മനോഹരമായ ഒരു ഉപമയാണ് കർത്താവ് പറയുന്നത്. പാറമേൽ വീട് പണിഞ്ഞ മനുഷ്യനും മണലിൽ വീട് പണിഞ്ഞ മനുഷ്യനും. കാറ്റും കോളും വന്ന് ആഞ്ഞടിച്ചു, വലിയ വെള്ളപ്പൊക്കമുണ്ടായി. പാറമേൽ വീട് പണിഞ്ഞ മനുഷ്യൻ്റെ വീട് തകർന്നു പോയില്ല. എന്നാൽ മണ്ണിൽ വീട് പണിഞ്ഞ മനുഷ്യൻ്റെ വീട് നിലംപരിചായിപ്പോയി. ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ പാറയിൽ വീട് പണിഞ്ഞ മനുഷ്യന് തുല്യനായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിച്ചാൽ ഏത് പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും തകർന്നു പോകാതെ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പരിശുദ്ധനായ പൗലോസ്ലീഹ ദൈവവചനത്തെപ്പറ്റി ഇപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത്: ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളുപോലെയാണ്. ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളെന്ന് പറയുമ്പോൾ 2 വശവും ഒരേപോലെ മൂർച്ചയുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനം കേൾവിക്കാരനെയും പറയുന്ന ആളിനെയും ഒരേപോലെ മുറിക്കുന്നതായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ മുറിക്കുകയും മാനസാന്തരപ്പെടുത്തുകയും നന്മയിലേക്ക് നയിക്കുന്നതും ആയിരിക്കണം. ഇന്ന് നമ്മുടെ കൂട്ടായ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം സങ്കീർത്തനം 46-ാം സങ്കീർത്തനം. ഇവിടുത്തെ 1-ാം വാക്യം ഇപ്രകാരമാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഈ സങ്കീർത്തനത്തിനൊരു പശ്ചാത്തലമുണ്ട്. ഇത് കോരകപുത്രന്മാരുടെ സങ്കീർത്തനം എന്ന പേരിലാണ് കൊടുത്തിരിക്കുന്നത്. കോരകപുത്രന്മാർ എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയത്തിലെ പാട്ടുകാരായിരുന്നു. അതുകൊണ്ട് ദൈവവുമായി ബന്ധമുള്ള ഒരു ഗ്രൂപ്പ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണിത്. എന്നാൽ ഈ സങ്കീർത്തനത്തിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒരു വിദേശ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, ഹിസ്കിയാവ് രാജാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനമായിട്ടാണ് ഇതിനെ പല പണ്ഡിതന്മാരും പറയുന്നത്.
ഹിസ്കിയാവ് രാജാവിന് ഭരണകാലഘട്ടത്തിൽ അസീറിയൻ രാജാവായ സെൻഹെരിബ് ഇസ്രായേലിന് നേരെ യുദ്ധവുമായിട്ട് വരികയാണ്. ഹിസ്കിയാവ് കപ്പം കൊടുത്ത് അവരെ ശാന്തമാക്കിയെങ്കിലും പിന്നീട് കപ്പം നിർത്തിയതിനു ശേഷം വീണ്ടും സെൻഹെരിബ് ഇസ്രായേലിനെതിരെ യുദ്ധവുമായിട്ട് വരുന്നു. ഇസ്രായേലിലെ ദൈവങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രാജാവ് വരുമ്പോൾ ഹിസ്കിയാവ് തകർന്നുപോയി. ഹിസ്കിയാവ് ആ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകനോട് തൻ്റെ സങ്കടം പറയുന്നു. യെശയ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം യെശയ്യാവിൽ കൂടി ഹിസ്കിയാവിന് അരുളപ്പാട് കൊടുക്കുന്നു, നീ പേടിക്കേണ്ട, യുദ്ധത്തിൽ നീ വിജയിക്കും. ഇവനൊരു ശ്രുതി കേട്ടിട്ട് സ്വന്തം ദേശത്തേക്ക് പോകും, അവിടെ വെച്ച് നശിച്ചു പോകുമെന്ന് ഒരു വലിയ അരുളപ്പാട് ഹിസ്കിയാവിന് കിട്ടുകയാണ്. അപ്പോൾ വലിയൊരു യുദ്ധത്തിൽ നിന്നും വൈദേശിക ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചതിൻ്റെ അനുസ്മരണമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഹിസ്കിയ രാജാവിനെ നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18 മുതലുള്ള അധ്യായങ്ങളിലാണ്. ഹിസ്കിയാവ് രാജാവ് യഹോവയ്ക്ക് ഏറ്റവും പ്രസാദമുള്ളത് ചെയ്ത് ജീവിച്ച ഒരു രാജാവായിരുന്നു. ഇസ്രായേലിലെ ഏറ്റവും നല്ലവനായ രാജാവായിരുന്നു ഹിസ്കിയാവ് എന്ന് പറയുന്നതാണ്. ഈ നല്ലവനായ രാജാവിൻ്റെ ജീവിതത്തിലാണ് ചില സങ്കടങ്ങൾ ഉണ്ടാകുന്നത്. ഹിസ്കിയാവിനെ പറ്റി 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, ഒന്ന്, അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിസ്കിയാവ് രാജാവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. അപ്പൊ യഹോവയെ പ്രസാദിപ്പിച്ച് നല്ല ജീവിതം നയിച്ച ഒരു രാജാവായിരുന്നു ഹിസ്കിയാവ്. എന്താ അദ്ദേഹം ചെയ്തത്? പൂജാഗിരികളെ നീക്കി, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത്, അശോര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു, മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. അന്ന് ഇസ്രായേലിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധനകളെ നശിപ്പിച്ച് യഹോവ ആരാധന പുനഃസ്ഥാപിച്ച വലിയൊരു രാജാവായിരുന്നു ഹിസ്കിയാവ്. യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്ത് യഹോവ ആരാധന പുനഃസ്ഥാപിച്ച വളരെ സമുന്നതനായ ഒരു രാജാവായിരുന്നു ഹിസ്കിയാവ്. 2 ഹിസ്കിയാവിന്റെ പ്രത്യേകത അവിടെ തന്നെ നമ്മൾ വായിക്കുന്നത്, അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രത്യേകത, യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. 2, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ അവന്റെ പ്രത്യേകത, അവൻ യഹോവയോട് ചേർന്നിരുന്നു. അവൻ യഹോവയോട് ചേർന്നിരുന്നു. 4-ാമത്തെ ഹിസ്കിയാവിന്റെ പ്രത്യേകത, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി തീർന്നു. അപ്പൊ ഇത്രയും നല്ലവനായ ഒരു രാജാവായിരുന്നു. ഈ രാജാവിന്റെ 4 പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, യഹോവയോട് ചേർന്നിരുന്നു, യഹോവയിൽ ആശ്രയിച്ചു, ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി തീർന്നു, വിജയം കൈവരിച്ചു. ചെന്നിടത്തൊക്കെ ഹിസ്കിയാവിന് വിജയം കിട്ടാനുള്ള കാരണം യഹോവയോട് ചേർന്നിരുന്നു, യഹോവയിൽ ആശ്രയിച്ചു എന്നുള്ളത് കൊണ്ടാണ്. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മളെ തകർക്കുവാനും നശിപ്പിക്കുവാനും ആർക്കും തന്നെ കഴിയുകയില്ല. പക്ഷെ ദൈവം നമ്മോടുകൂടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ജീവിതക്രമം ഉണ്ടായിരിക്കണം. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് ചെന്നിടത്തൊക്കെയും വിജയം വരിക്കുവാനും അനുഗ്രഹങ്ങൾ നേടുവാനും കഴിഞ്ഞു. അബ്രഹാമിനെ പറ്റി വിശേഷിപ്പിക്കുന്നതും അതുതന്നെയാണ്. അബ്രഹാമിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. കാരണം അബ്രഹാം ചെന്നിടത്തൊക്കെയും യാഗപീഠം പണിത് യഹോവയെ ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആരാധന ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ തകർത്തു കളയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് 46-ാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം
വിശേഷിപ്പിക്കുന്നത്. ദൈവം കൂടെയുള്ളത് കൊണ്ട് എന്താ പ്രശ്നം? യഹോവ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലാണ്. പ്രകൃതിക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായാലും, പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാലും, ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും നാം ഭയപ്പെടുകയില്ല. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ സാധിക്കും. ഇതേ സങ്കീർത്തനക്കാരന്റെ ജീവിത അനുഭവമാണ്. ഹബക്കൂക്ക് പ്രവാചകൻ അതുകൊണ്ടാണ് പറയുന്നത്, ഹബക്കൂക്ക് പ്രവാചകന്റെ 3-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് വൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആകാരം വിളയിക്കുകയില്ല, കന്നുകാലികൾ ഗോശാലയിൽ ഉണ്ടായിരിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. എങ്കിലും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. കാരണം എന്താണ്? 20-ാം വാക്യം, യഹോവയായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഹബക്കൂക്ക് പ്രവാചകന്റെ വിശ്വാസം ഇതാണ്, യഹോവയായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. യഹോവയായ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതിനാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എനിക്കൊന്നിനും കുറവില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, നിലങ്ങൾ ആകാരം വിളയിക്കുകയില്ല, ഒലിവൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കൊരു ഭയവുമില്ല, പേടിയുമില്ല. ഞാൻ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. കാരണം യഹോവയായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 27-ാം സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. എൻ്റെ നേരെ ഒരു സൈന്യം പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. അതുകൊണ്ട് 27-ാം സങ്കീർത്തനത്തിന്റെ ആരംഭം എന്താണ്? യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ വെളിച്ചവും രക്ഷയുമായിരിക്കുന്നത് കൊണ്ട് ഒരു യുദ്ധം എനിക്ക് നേരിടേണ്ടി വന്നാലും എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ടിയ കാര്യമില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പൊ ഈ സങ്കീർത്തനക്കാരൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ഹിസ്കിയാവ് രാജാവിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നത് കൊണ്ട് വളരെ വലിയ വിജയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. റോമാലേഖനം 35-ാം അധ്യായം 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ യഹോവയെ സ്നേഹിക്കുന്ന യഹോവയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാര്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാര്? ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? എന്ത് പ്രശ്നങ്ങൾ വന്നാലും ദൈവസ്നേഹത്തിൽ നിന്നും ഞാൻ പിന്മാറുകയില്ല. ഉപദ്രവം വന്നാലും, പട്ടിണി വന്നാലും, ആപത്ത് വന്നാലും, നഗ്നത വന്നാലും, വാളു വന്നാലും ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും പിന്മാറുകയില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരികൾക്കോ മരണത്തിനോ ഒരു ശക്തിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അതായത് ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ദൈവിക സ്നേഹത്തിൽ നിന്നും മാറിപ്പോകുവാൻ പരിശുദ്ധനായ പൗലോസ്ലീഹയ്ക്ക് കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ ഹിസ്കിയാവിലേക്ക് തിരിഞ്ഞു വരികയാണ്. ഹിസ്കിയാവ് രാജാവ് ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തു, യഹോവയിൽ ആശ്രയിച്ചു, യഹോവയോട് ചേർന്നിരുന്നു. ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്
ചെന്നിടത്തൊക്കെയും വിജയം കൈവരിച്ചു. ഇങ്ങനെ ആയിരുന്നെങ്കിലും ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ചില പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും. ആരാധനയിൽ ജീവിതത്തിൽ കൂടി ദൈവികതയിലേക്ക് വളർന്നു വരുമ്പോൾ തന്നെ ചില പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നു വരേണ്ടി വരും. ഞാൻ പറഞ്ഞു, 2 പ്രതിസന്ധികളാണ് ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒന്ന്, 19-ാം അധ്യായം വായിക്കുമ്പോഴും ഹിസ്കിയാവ് രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നെന്നാ പറഞ്ഞു. ഇത് കേട്ടപ്പോഴാം അശൂർ രാജാവായ സെൻഹെരീബ് ഇസ്രായേലിനു നേരെ യുദ്ധത്തിന് വന്നപ്പോൾ ഹിസ്കിയാവ് തകർന്നുപോയി. കാരണം അത്രയും വലിയ സൈനികരണം ഹിസ്കിയാവിനില്ല. പക്ഷെങ്കിൽ യഹോവയിൽ ഹിസ്കിയാവ് വിശ്വസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സെൻഹെരീബ് അവിടെ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് നിങ്ങളെ ചതിക്കും, യഹോവ നിങ്ങളെ രക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നടക്കത്തില്ലെന്നാ സെൻഹെരീബ് പറയുന്നത്. പക്ഷേ ഹിസ്കിയാവിനതൊന്നും ഭയമില്ല. ദൈവം തന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇതിൽ താൻ വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഹിസ്കിയാവിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദൂരെ നിന്ന് പലരും പറയും, നീ ഇങ്ങനെ പോയാൽ വിജയിക്കുകയില്ല, നീ ഇങ്ങനെ പോയാൽ രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞേക്കാം. പക്ഷേ ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ടോ, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കും. ഹിസ്കിയാവ് നിന്നെ രക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് സെൻഹെരീബ് ജനങ്ങളുടെ മനസ്സിനെ തകർത്തു കളയാൻ ശ്രമിക്കുമ്പോഴും ഹിസ്കിയാവ് ഉറച്ചു ദൈവത്തിൽ വിശ്വസിച്ചു. ഹിസ്കിയാവ് ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ഒരു വലിയ പ്രവാചകനോട് ഈ പ്രശ്നം പങ്കുവെച്ചു എന്നുള്ളതാണ്. യെശയ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകനോട് തന്റെ സങ്കടങ്ങൾ പറഞ്ഞു. യെശയ്യാവ് ഹിസ്കിയാവിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹിസ്കിയാവും മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മൾ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധന്മാരുടെ കൂട്ടുപിടിക്കുമ്പം നമുക്ക് ആ പ്രശ്നത്തിൽ നിന്നും വിടുതൽ ലഭിക്കും. യെശയ്യാവ് എന്ന് പറഞ്ഞ വലിയ പ്രവാചകനോട് അദ്ദേഹം പറയുന്നു. യെശയ്യാവ് പ്രാർത്ഥന നടത്തി, ഹിസ്കിയാവും കരഞ്ഞു പ്രാർത്ഥിച്ചു. യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ടതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മൾ നീതിമാനായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ദൈവികതയിൽ വളരുമ്പോൾ തന്നെ, നമുക്ക് നന്മകൾ ഉള്ളപ്പോൾ തന്നെ ചില പ്രതിസന്ധികളിൽ കൂടി നമ്മൾക്ക് കടന്നു പോകേണ്ടി വരും, ഹിസ്കിയാവിനെ പോലെ. എന്നാൽ ആ പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, വിടുതൽ തരും. നമ്മൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധന്മാരെ, പരിശുദ്ധ തിരുമേനി, പരിശുദ്ധ മാതാവ്, മാർത്തോമാ ശ്ലീഹ, ഈ പരിശുദ്ധന്മാരുടെ സാന്നിധ്യമുള്ള ദേവാലയങ്ങളിൽ ചെല്ലുക. ആ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത യാചിക്കുമ്പോൾ, നമ്മളും അവരും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വിടുതൽ നമുക്ക് ലഭിക്കുകയാണ്. രണ്ടാമതായിട്ട് ഹിസ്കിയാവിനുണ്ടായ പ്രശ്നം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഹിസ്കിയാവിന് മരിക്കത്തക്കതായ രോഗം പിടിപെട്ടു. 2 പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നുപോയത്. ഒന്ന്, ഒരു വൈദേശിക ആക്രമണം. 2, മരിക്കത്തക്കതായ രോഗം പിടിപെടുന്നു. ഹിസ്കിയാവ് മരിക്കത്തക്കതായ രോഗം പിടിപെട്ടു. ഹിസ്കിയാവിനോട് യെശയ്യാവ് എന്ന് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക, നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക. ഹിസ്കിയാവ് തകർന്നുപോയി. ഹിസ്കിയാവ് മുട്ടുമടക്കി കണ്ണീരോടെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. ഹിസ്കിയാവ് യഹോവയോട് നിലവിളിച്ചു. ഹിസ്കിയാവിന്റെ രോഗം യഹോവ മാറ്റിക്കൊടുത്തു, ആയുസ്സ് നീട്ടിക്കൊടുത്തു. യഹോവയുടെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് വലിയ വിടുതൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മളെ ദൈവം ചില ഇരുട്ടുകളിൽ കൂടി, അന്ധകാരങ്ങളിൽ കൂടി കൊണ്ടുപോകും. നമുക്കറിയാം, യാക്കോബ്, നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് തന്റെ അപ്പനെയും ജ്യേഷ്ഠനെയും കബളിപ്പിച്ച് തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പലായനം ചെയ്യുമ്പോൾ ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്.
ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലാണ്. ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വലിയ ദർശനം കാണുന്നു. സ്വർഗത്തിലേക്ക് ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതുമായ വലിയൊരു ദർശനം. എപ്പോഴാണ് കണ്ടത്? രാത്രിയിലാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലാണ് ദൈവത്തെ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അപ്പനെയും ജ്യേഷ്ഠനെയും ഒക്കെ കബളിപ്പിച്ച് മനസ്സ് തകർന്നായിരിക്കും പോയത്. അവിടെ ഒരിടത്ത് കിടന്നുറങ്ങിയപ്പോൾ വളരെ വലിയൊരു ദർശനം കണ്ടു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം എഴുന്നേറ്റിട്ട് താൻ തലയണയായി വെച്ച കല്ലെടുത്ത് നാട്ടി അവിടെ ഒരു സ്ഥലത്തിനൊരു പേരിട്ടു, ബഥേൽ. ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തിന് ബഥേൽ എന്ന പേരിട്ടു, ദൈവത്തിന്റെ ഭവനം. അപ്പൊ രാത്രിയിൽ ദൈവിക ദർശനം അദ്ദേഹം കാണുകയാണ്. അന്ധകാരമയമായ ജീവിതത്തിൽ കൂടി ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദർശനം കാണാൻ സാധിക്കും. അദ്ദേഹം ലാബാന്റെ ഭവനത്തിലൊക്കെ പോയി വളരെ കാലം അവിടെ ജോലി ചെയ്തു. ഭാര്യയും കുട്ടികളുമായി തിരിച്ചു വരുമ്പോൾ വീണ്ടും അദ്ദേഹം രാത്രിയിൽ വലിയൊരു സംഭവത്തിന് ദൃക്സാക്ഷിയാകുകയാണ്. സംഭവത്തിന്റെ വരികയാണ്. അതായത് അദ്ദേഹം യാബോക്ക് എന്ന് പറയുന്ന നദീതീരത്ത് വന്നപ്പോൾ, 32-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം, യാബോക്ക് എന്ന നദീതീരത്ത് വന്നപ്പം തൻ്റെ ഭാര്യമാരെയും കുട്ടികളെയും ആടുമാടുകളെയും എല്ലാം അക്കരയ്ക്ക് വിട്ടിട്ട് ഏകനായി അവിടെ നിൽക്കുകയാണ്. രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് വലിയൊരു മല്ല് പിടിച്ചു. അവിടെ വെച്ച് യാക്കോബിന് പുതിയൊരു പേര് കൊടുക്കുകയാണ്, ഇസ്രായേൽ. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉബായി എന്നാണ്. ഇസ്രായേൽ, പ്രിൻസ് വിത്ത് ഗോഡ്. പുതിയൊരു പേര് കൊടുത്തു, പ്രിൻസ് വിത്ത് ഗോഡ്, രാജകുമാരൻ, ദൈവം കൂടെയുള്ള രാജകുമാരൻ. ദൈവവുമായിട്ട് വലിയൊരു യുദ്ധം കഴിഞ്ഞപ്പോൾ രാത്രിയിലാണ് ഈ സംഭവം രണ്ടും നടക്കുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അദ്ദേഹം ദൈവത്തോട് മല്ല് പിടിച്ചു എന്ന് വേണേൽ പറയാം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മൾ ദൈവത്തോട് മല്ല് പിടിക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു മാറ്റമുണ്ടാകുന്നത്. ദൈവത്തോടുള്ള മൽപ്പിടുത്തത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് വിശുദ്ധ കുംഭസാരം എന്നാണ്. യാക്കോബ് ദൈവദൂതനുമായി മല്ല് പിടിച്ചു എന്ന് പറഞ്ഞാൽ യാക്കോബ് ദൈവദൂതനോട് തന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു, തന്റെ പ്രതിസന്ധികൾ പറഞ്ഞു, താൻ ചെയ്ത തെറ്റുകളേറ്റു പറഞ്ഞു. അവിടെ വെച്ച് യാക്കോബിന് പുതിയൊരു പേര് ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരമയമായ മേഖലകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറയാൻ കഴിയണം, നമ്മുടെ പ്രതിസന്ധികൾ പങ്കുവെക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ പുതിയൊരു മനുഷ്യനായി മാറുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കുന്നത് ഒരു സംഭവമായിരിക്കാം, അല്ലെ ഒരു ചോദ്യമായിരിക്കാം, അല്ലെ ഒരു സ്പർശമായിരിക്കാം, ഒരു വാക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരാൻ ചില ചോദ്യങ്ങൾ മതിയായിരിക്കും. നമുക്കറിയാം, പൗലോസ് ശൗൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശൗൽ എന്ന് പറയുന്ന ആ മനുഷ്യനെ മാറ്റിമറിച്ചത് ഒരു സംഭവമായിരുന്നു. ഡെമസ്കോസ് സംഭവം. ഡെമസ്കോസ് സംഭവം ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യനെ പുതിയൊരു മനുഷ്യനാക്കി പൗലോസ് ശ്ലീഹായാക്കി മാറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി നമ്മളെ പുതിയൊരാളാക്കി മാറ്റാനുള്ളതാണ്. യാക്കോബിന്റെ ജീവിതത്തിലെ മൽപ്പിടുത്തം യാക്കോബിനെ പുതിയ മനുഷ്യനാക്കി മാറ്റി. ഡെമസ്കോസ് സംഭവം ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യനെ പൗലോസ് എന്ന് പറഞ്ഞ പരിശുദ്ധനായ ഒരു മനുഷ്യനാക്കി മാറ്റി. അതൊരു സംഭവമാണ്. എന്നാൽ ചില വേദവാക്യങ്ങൾ നമുക്ക് വലിയ മാറ്റം വരുത്തും. വിശുദ്ധ അന്തോണിയോസ് എന്ന് പറഞ്ഞ പിതാവിനെ മാറ്റിമറിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 18 മുതലുള്ള വാക്യങ്ങളാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരിക്കൽ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യത്തിന്റെ ഒരു ആൻസറായിരുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദൈവത്തോട് അടുക്കേണ്ടത് എന്നൊരു ചോദ്യവുമായിട്ട് പരിശുദ്ധമായ ദേവാലയത്തിൽ വന്നപ്പോൾ അന്ന് അവിടെ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം ധനികനായ യുവാവിന്റെ വേദഭാഗമായിരുന്നു. എന്തായിരുന്നു അവിടെ പറഞ്ഞത്? നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. ഇത് കേട്ടിട്ട് വിശുദ്ധ അന്തോണിയോസ് തന്റെ സമ്പത്തുകളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് സന്യാസിയായി മാറുകയാണ് ചെയ്യുന്നത്.
അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു മാറ്റം എന്ന് പറയുന്നത് വിശുദ്ധ വേദ ദൈവവചനമായിരുന്നു. മദർ തെരേസ എന്ന് പറഞ്ഞ ആളിനെ മാറ്റിമറിച്ചത് ഒരു ദൈവവചനമായിരുന്നെന്നാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, അവിടെ ഇപ്രകാരം പറയുന്നു: ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടില്ല. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യാതിരുന്നിടത്തോളം എല്ലാം എനിക്കാണ് ചെയ്യാതിരുന്നത്. വീണ്ടും പറഞ്ഞു: ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത്. ഈ വാക്ക് കേട്ടിട്ടാണ് മദർ തെരേസ സന്യാസിനിയായി തീരാനുള്ള കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദൈവവചനം നമ്മളെ വലുതായിട്ട് മാറ്റിമറിച്ചേക്കാം. ഒരു സംഭവം നമ്മളെ മാറ്റിമറിച്ചേക്കാം. ദൈവത്തോട് ചേർന്നിരുന്നാൽ വലിയ മാറ്റമുണ്ടാകും. സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാന്റെ ആദ്യത്തെ സ്വഭാവം എന്താണ്? ദൈവത്തോട്, യേശുവിനോട് എന്താ ചോദിച്ചത്? നീ രാജത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും ഇടത്തും വലത്തും ഇരുത്തണം. സഹോദരങ്ങളായ യാക്കോബിനെയും യോഹന്നാനെയും ഇടത്തും വലത്തും ഇരുത്തണമെന്നാ ചോദിച്ചത്. വീണ്ടും യേശു ശമര്യയിൽ കൂടി കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ ശമര്യക്കാര് അത് അനുവദിച്ചില്ല. ഉടനെ യോഹന്നാൻ പറഞ്ഞു: ആകാശത്തു നിന്നും തീയിറക്കി ഇവരെ നശിപ്പിച്ചു കളഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അത്ര ഒരു സ്വഭാവക്കാരനായിരുന്നു യോഹന്നാൻ. പക്ഷേ അന്ത്യ അത്താഴ സമയത്ത് യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നെന്നാ പറയുന്നത്. അന്ത്യത്താഴത്തിന്റെ സമയത്ത് യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നപ്പോൾ ആ സ്പർശം യോഹന്നാനെ വൈരാഗ്യത്തിന്റെ ആ സ്വഭാവത്തിൽ നിന്നും, സ്വാർത്ഥതയുടെ സ്വഭാവത്തിൽ നിന്നും സ്നേഹത്തിന്റെ അപ്പോസ്തലനാക്കി മാറ്റി. ദൈവത്തിന്റെ സ്പർശം, ഒരു ചോദ്യം, ഒരു സംഭവം, ദൈവവചനം നമുക്ക് വലിയ മാറ്റമുണ്ടാക്കി തരും. യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുകയാണ്. യോഹന്നാൻ എന്ന് പറയുന്ന സ്വാർത്ഥനായ ആ അപ്പോസ്തലൻ, കോപിയായ ആ അപ്പോസ്തലൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നപ്പോൾ, ആ ഹൃദയത്തിൽ നിന്നും ചേർന്നിരുന്നു കഴിഞ്ഞപ്പോൾ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി മാറി. അപ്പൊ നമ്മളെ മാറ്റിമറിക്കാൻ നിസ്സാര സംഭവങ്ങൾ മതി. വിക്ടർ ഹ്യൂഗോയുടെ പാപങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതിൽ ബിഷപ്പ് ആൻഡ് കാൻഡിൽസ്റ്റിക്, ജീൻ വാൽജിൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അദ്ദേഹം പാവപ്പെട്ടവനായിരുന്നു. റൊട്ടി മോഷ്ടിച്ചതിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഒരിക്കൽ ജയിൽ ചാടി ഒരു ബിഷപ്പിന്റെ വീട്ടിലാണ് വരുന്നത്. ബിഷപ്പിന്റെ വീട്ടിൽ നിന്നും അവിടുന്ന് സ്വർണ്ണ കാൻഡിൽ സ്റ്റിക്കുകൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. പോലീസുകാരെ പിടിച്ചു. ബിഷപ്പിന്റെ അരമനയിൽ കൊണ്ടുവന്നു. ഇവൻ ഇവിടുന്ന് മോഷ്ടിച്ചതല്ലേ? ബിഷപ്പ് പറഞ്ഞു, മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്. ആ ഒറ്റയൊരു വാക്കാണ് ജീൻ വാൽജിനെ മാറ്റിമറിച്ചെന്നാ പറയുന്നത്. ആ ഒറ്റയൊരു വാക്ക്, അത് മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്. ആ ഒറ്റ വാക്കാണ് ജീൻ വാൽജിൻ എന്ന് പറഞ്ഞ ആളിനെ വലിയ മാറ്റം കൊടുത്തത്. ചില ചോദ്യങ്ങൾ നമ്മളെ മാറ്റിമറിച്ചേക്കാം. വാൽമീകി എന്ന് പറഞ്ഞ ആളിനെ കേട്ടിട്ടുണ്ടായിരിക്കും. വാൽമീകി ഒരു കാട്ടാളനായിരുന്നു. കാട്ടിൽ കൊലയും നടത്തി ജീവിച്ച ഒരു കാട്ടാളനായിരുന്നു. ഒരിക്കൽ ഒരു പറ്റം സന്യാസിമാർ കാട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ വാൽമീകി അവരെ തടഞ്ഞു നിർത്തി അവരുടെ പണം തട്ടി അവരെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ സന്യാസിമാർ ചോദിച്ചു, നിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്ന പാപത്തിന്റെ പരിണിത ഫലം നിങ്ങളുടെ ഭാര്യയും കുട്ടികളും കൂടെ പങ്കുവെക്കുമോ? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ഈ കൊള്ളയും കൊലപാതകവും ഒക്കെ ചെയ്യുന്നത്. സന്യാസിമാർ ചോദിച്ചു, നിങ്ങൾ ഈ ചെയ്യുന്ന പാപത്തിന്റെ പരിണിത ഫലം നിങ്ങളുടെ ഭാര്യയും കുട്ടികളും കൂടെ പങ്കുവെക്കുമോ? അദ്ദേഹം ചോദിക്കാൻ പോയി. സന്യാസിമാർ അവിടെ തന്നെ നിന്നു. വീട്ടിൽ ചെന്ന് ചോദിച്ചു. ഭാര്യയും പിള്ളേരും പറഞ്ഞു, ഞങ്ങൾ പങ്കുവെടുക്കത്തില്ല, നീ ചെയ്യുന്ന പാപം നിനക്ക് തന്നെ. തലകുനിച്ചാണ് തിരിച്ചു വന്നത്. അന്ന് സന്യാസിമാരെടുക്ക പറഞ്ഞു. സന്യാസിമാരെ പറഞ്ഞു, ഇനി ഒരു പണി, എടംകൂലി തപസ്സിരുന്നിരുന്നാണ് അതായത് വാൽമീകി എന്ന പേര് കിട്ടിയെന്നാ പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം, നിങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അതിന്റെ പരിണിത ഫലം നിങ്ങൾ തന്നെയാണോ പങ്കുവെക്കേണ്ടത്? അതെ. ആ ചോദ്യമാണ് ആ മനുഷ്യനെ മാറ്റിമറിച്ചു.
വലിയൊരു കാവ്യം രചിക്കത്തക്കവണ്ണുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് വലിയ മാറ്റം വരുത്തും. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തെ ദൈവവചനത്തിൽ കൂടി കണ്ടുമുട്ടാൻ സാധിക്കണം. രാത്രിയിൽ യാക്കോബിന് ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയത് കൊണ്ട് പുതിയൊരു മനുഷ്യനായി മാറി. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള അഭിമുഖമാണ് വലിയ മാറ്റത്തിന് നമ്മളെ വിധേയരാക്കുന്നത്. ഹിസ്കിയാവ് എന്ന് പറഞ്ഞ രാജാവിന്റെ ജീവിതത്തിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില സങ്കടങ്ങൾ ഉണ്ടായി. ആ സങ്കടങ്ങളിൽ അദ്ദേഹം മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അതിൽ നിന്നും അദ്ദേഹത്തെ വിടുവിച്ചു. യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം, ചില ചോദ്യങ്ങള്, ദൈവത്തിന്റെ വചനം, ചില സംഭവങ്ങള് നമുക്ക് വലിയ മാറ്റമുണ്ടാക്കും. ചില കാഴ്ചകൾ നമ്മളെ മാറ്റിമറിക്കും. നമുക്കറിയാം, മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു അശോകൻ. അശോകനെ ഒരു കാഴ്ചയാണ് വലിയൊരു മാനസാന്തരത്തിലേക്ക് വഴി നടത്തിയെന്നാണ് പറയുന്നത്. കലിംഗ എന്ന് പറയുന്ന യുദ്ധത്തിൽ രക്തരൂക്ഷിതമായ യുദ്ധം, രക്തം തളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് അശോകൻ തീരുമാനിച്ചു, ഇനി ഞാൻ യുദ്ധം ചെയ്യുകയില്ല. അപ്പോൾ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് മാറ്റമുണ്ടാക്കി കൊടുത്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള അഭിമുഖം, ദൈവവചനത്തിൽ കൂടി നമുക്ക് വലിയൊരു മാറ്റം ആവശ്യമായിരിക്കും. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഏത് പ്രതിസന്ധികൾ നമുക്കുണ്ടായേക്കാം, ആ പ്രതിസന്ധികളിൽ ദൈവം നമുക്ക് വിടുതൽ തരും. ഒരു സൈന്യം നമ്മുടെ നേരെ പാളയമിറങ്ങിയാലും ഭയപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പം നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്താണ്? പ്രാർത്ഥന എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ എന്നെ വിടുവിച്ചെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ വിടുവിച്ചു എന്നാണ് ഒരു സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ മാത്രമേ പ്രാർത്ഥനകൾ ഉണ്ടാകുകയുള്ളൂ. സുഖകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രാർത്ഥനകൾ ഭംഗിയായി നമ്മൾ ചെയ്യുന്നുണ്ടോ? കയ്യിൽ അപ്പമിരിക്കുമ്പോൾ കൈ ഉയർത്തി ദൈവത്തെ നിലവിളിക്കാൻ ഒക്കുന്നുണ്ടോ? കയ്യിൽ നിന്ന് അപ്പം പോയി കഴിയുമ്പോഴാണ് ദൈവത്തോട് നമ്മൾ നിലവിളിക്കുന്നത്. അപ്പൊ ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ വിടുവിച്ചു എന്നാണ് പറയുന്നത്. ഈ 46 സങ്കീർത്തനത്തിൽ എന്താണ് പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കാര്യം എന്താ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമുക്ക് പറയാൻ കഴിയണം, എളിയവൻ നിലവിളിക്കുമ്പോൾ യഹോവ കേട്ട് ഉത്തരമരുളും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? ഹിസ്കിയാവ് രാജാവിന് 2 പ്രതിസന്ധികളാണ് വന്നെങ്കിലും നമ്മൾ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. രോഗമാകുന്ന പ്രതിസന്ധി, മാനസിക ക്ലേശങ്ങള്, മക്കൾക്ക് ജോലിയില്ലാത്തതിന്റെ പ്രതിസന്ധികൾ, നമുക്കൊരു നല്ല ജോലി ലഭിക്കാത്തതിന്റെ പ്രതിസന്ധി, കുടുംബത്തിൽ സമാധാനമില്ല, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തോട് നിലവിളിക്കാൻ കഴിയണം, ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ 27 സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ സങ്കടങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സന്ദേശം ദൈവത്തിൽ നിന്ന് വന്നെന്നാ പറയുന്നത്. ഒരു സന്ദേശം ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു. എന്തായിരുന്നു? എന്റെ മുഖം അന്വേഷിപ്പീൻ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അദ്ദേഹം തകർന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നൊരു സന്ദേശം വന്നു, എന്റെ മുഖം അന്വേഷിപ്പീൻ. അപ്പോൾ സങ്കീർത്തനക്കാരൻ എന്തോ പറഞ്ഞു? ശരി, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. നമ്മൾ ദൈവത്തിന്റെ അടുത്ത് മുഖം അന്വേഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം മുഖം മറച്ചു കളയാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? നമ്മുടെ സ്വഭാവം ശരിയല്ല, നമ്മുടെ ശീലങ്ങൾ തെറ്റാണ്, നമ്മുടെ ജീവിത രീതി ശരിയല്ല.
അപ്പോൾ ആ ജീവിത രീതി വെച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് മുഖമുയർത്തിയാൽ ദൈവം പലപ്പോഴും മുഖം മറച്ചു കളയുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവേ, ഞാൻ കുറവുള്ളവനാണ്, കുറ്റക്കാരനാണ്. നിന്റെ അടുക്കലേക്ക് ഞാൻ മുഖമന്വേഷിച്ച് വരുമ്പോൾ നിന്റെ മുഖം എനിക്ക് മറച്ചു കളയരുതേ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കണം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കാൻ കഴിയണം. അതുകൊണ്ടാണ് മറ്റൊരു സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ദൈവത്തിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ കഴിയണം. പക്ഷേ ദൈവത്തിന്റെ മുഖം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പലപ്പോഴും ദൈവം മുഖം തിരിച്ചു കളയും. കാരണം നമ്മളുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ, അതിനെയെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോഴാണ് ദൈവം നമുക്ക് അഭിമുഖമായി നിൽക്കുന്നത്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാം, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയാം. അപ്പൊ ദൈവത്തിന് അഭിമുഖമായി നിൽക്കുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത്. പലപ്പോഴും നമുക്ക് ദൈവത്തിന് അഭിമുഖമായി നിൽക്കാൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയത്തിനടിമകളാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എന്തെല്ലാം പ്രശ്നം വന്നാലും ഞാൻ ഭയപ്പെടുത്തില്ലെന്നാണ് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്തിൻ്റെ എല്ലാം ഭയത്തിനടിമകളാണ്. ഭയങ്ങൾ നമ്മളെ പിടികൂടിയിരിക്കുന്നു. നിരവധി ഭയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രോഗത്തിന്റെ ഭയമുണ്ട്, ഇല്ലേ? ജീവിതത്തിൽ ഒരു ചെറിയ അസ്വസ്ഥത വരുമ്പോൾ നമുക്കുടനെ ആശങ്കകളാണ്, ഇത് വലിയ രോഗമായിരിക്കാം. രോഗത്തിൻ്റെതായിട്ടുള്ള ഭയം അവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കേണ്ടത്. യഹോവയോട് നിലവിളിക്കണം. ആസ്ക് വിത്ത് ടിയേഴ്സ് ആൻഡ് സീക്ക് വിത്ത് ഒബീഡിയൻസ് എന്നാ പറയുന്നത്. നമ്മൾ കണ്ണുനീരോടുകൂടി ദൈവത്തോട് ചോദിക്കണം, അനുസരണയോടുകൂടി ദൈവത്തെ അന്വേഷിക്കണം. അപ്പോഴാണ് ദൈവം അനുഗ്രഹം തരുന്നത്. ആസ്ക് വിത്ത് ടിയേഴ്സ് ആൻഡ് സീക്ക് വിത്ത് ഒബീഡിയൻസ്. കണ്ണുനീരോട് ദൈവത്തോട് അപേക്ഷിക്കണം, അനുസരണയോടുകൂടി ദൈവത്തിനെ അന്വേഷിക്കണം, കണ്ണുനീരോട് ദൈവത്തോട് ചോദിക്കണം. ജീവിതത്തിന്റെ സംഗതികളിൽ കണ്ണുനീർ വീഴ്ത്തി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയണം. ഹിസ്കിയാവ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം അനുഗ്രഹിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് മുട്ടുമടക്കാൻ മനസ്സുണ്ടോ? ദൈവം ഉറപ്പായിട്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ആരാധന, ദൈവം നമുക്കൊരു പ്രശ്നം തരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. അതുകൊണ്ടാണ് യഹോവ ഡെലിവേർഡ് ഫ്രം ഇൻ ദി ട്രബിൾ ആൻഡ് ഫ്രം ദി ട്രബിൾ. ഡെലിവേർഡ് ഇൻ ദി ട്രബിൾ ആൻഡ് ഫ്രം ദി ട്രബിൾ എന്നാണ് പറയുന്നത്. അതായത് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കും, പ്രശ്നങ്ങളിലേക്ക് കൂടി നടന്ന് നമ്മളെ രക്ഷിക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ കോരിയെടുക്കും, അതേപോലെ തന്നെ പ്രശ്നത്തിൽ കൂടി ചേർന്ന് നമ്മളോടുകൂടി നടക്കും. അതറിയാം, ദാനിയേൽ എന്ന് പറഞ്ഞ പ്രവാചകൻ സിംഹത്തിന്റെ കുഴിയിൽ വീണു. ആ വലിയ പ്രശ്നത്തിൽ നിന്നും ദാനിയേലിനെ രക്ഷിച്ചു യഹോവ. എന്നാൽ ശദ്രക് മേശക് അബേദ്നെഗോ തീയിൽ വീണു. അവരുടെ കൂടെ ചേർന്ന് നടന്നു യഹോവ. അപ്പൊ ദൈവം നമ്മളെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മോടുകൂടെ ചേർന്ന് നടക്കും. ചേർന്ന് നടന്ന് വിടുവിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ ആ പ്രതിസന്ധികളിൽ ദൈവം നമ്മോടുകൂടെ ചേർന്ന് നടക്കുന്നവനാണ്. ശദ്രക് മേശക് അബേദ്നെഗോ തീയിൽ വീണു. അവിടുന്ന് കൈപിടിച്ച് രക്ഷിക്കുകയല്ല, മറിച്ച് അവരുടെ കൂടെ ചേർന്ന് നടന്ന് രക്ഷിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ ചേർന്ന് നടക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ദൈവം നമ്മുടെ കൂടെ ചേർന്ന് നടക്കുന്നുണ്ട്, പലപ്പോഴും നമുക്കതിന് കാണാൻ സാധിക്കുന്നില്ല. ദൈവം അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ദൈവത്തെ പറ്റി ഒരു സങ്കല്പം, ഒരു പ്രശസ്തനായ ഒരു നാടകത്തിൽ ദൈവത്തെ പറ്റി ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം ശീതളമയുള്ള ജലമല്ല, ദൈവം കുളിർമയുള്ള ജലമല്ല, ദൈവം അഗ്നിയാണ്. ദൈവം അഗ്നിയാണ്. ഈ അഗ്നിയിൽ നൃത്തം ചവിട്ടാനും നടക്കാനും പരിശീലിച്ചാൽ
ദൈവം ശീതളമയുള്ള ജലമായി മാറും. ദൈവം കുളിർമയുള്ള ജലമല്ല, ദൈവം അഗ്നിയാണ്. ഈ അഗ്നിയിൽ നൃത്തം ചവിട്ടാനും നടക്കാനും പരിശീലിച്ചാൽ ദൈവം ശീതളമയുള്ള ജലമായി മാറും. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ശദ്രക് മേശക് അബേദ്നെഗോയുടെ കാര്യത്തിൽ നടന്നത്. ദൈവം അഗ്നിയാണ്, പക്ഷേ ആ അഗ്നിയിൽ ദൈവം നടക്കാൻ അവർ തുടങ്ങിയപ്പോൾ ദൈവം ശീതളമയുള്ള ജലമായി അവരുടെ അടുക്കലേക്ക് ചെന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ അഗ്നിയിൽ കൂടി നമ്മൾ നടന്നു പോകേണ്ടി വരും. ഈ അഗ്നിയിൽ കൂടി നടന്നു പോകുമ്പോഴാണ് ദൈവം ശീതളമയുള്ള ജലമായി നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. അവിടെ പ്രശ്നമില്ലാതിരിക്കുക എന്നുള്ളതല്ല. ഹിസ്കിയാവ് എന്ന് പറയുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള രാജാവിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളമുണ്ടായി. പക്ഷെ ആ പ്രതിസന്ധിയിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ്, അവിടെ നിന്നെല്ലാം യഹോവ നമ്മളെ രക്ഷിക്കും. ഒരു സങ്കീർത്തനം 116 സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചവനാണ് ദൈവം. അത് സങ്കീർത്തനക്കാരൻ്റെ ഒരു അനുഭവമാണ്. എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, എത്ര അപകടങ്ങളിൽ നിന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്, എന്തുമാത്രം കണ്ണുനീരിൽ നിന്നാണ് നമ്മളെ ദൈവം രക്ഷിച്ചത്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് യഹോവ വിടുവിക്കുന്നുണ്ട്. വിടുവിക്കുന്നവനാണ്, എന്നും ജീവിക്കുന്നവനാണ് ദൈവം. പക്ഷെ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലണം. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ നശിപ്പിക്കാനും തകർത്ത് കളയുവാനും ആർക്കും തന്നെ കഴിവില്ല. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ദൈവം നമുക്കൊരു പ്രതിസന്ധി തരുന്നത് നമ്മളെ പരിശുദ്ധന്മാരാക്കാനാണെന്നാണ് പറയുന്നത്. ദൈവം പ്രതിസന്ധികൾ ജീവിതത്തിൽ തരുന്നത് നമ്മളെ കൂടുതൽ സെയിൻസ് ആക്കാൻ വേണ്ടിയാണ്. പ്രതിസന്ധികൾ കൂടുതൽ ദൈവത്തിലേക്ക് വളരാനുള്ളതാണ്. അപ്പൊ ഈ പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല. യോന എന്ന് പറഞ്ഞ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോഴൊന്നും പ്രാർത്ഥിച്ചില്ല. വലിയ പ്രവാചകനായിരുന്നു, ഇല്ലേ? കപ്പലിൽ കയറി, കാറ്റും കോളും വന്ന് ആഞ്ഞടിച്ചു. കപ്പലിലുള്ളവരെല്ലാം കിടന്ന് നിലവിളിച്ചു. യോന മാത്രം അനങ്ങിയില്ല. കപ്പലിൽ നിന്നെടുത്ത് വെള്ളത്തിലോട്ടിട്ടു, ഒന്നും മിണ്ടിയില്ല, പ്രാർത്ഥിച്ചേയില്ല. അപ്പൊ കപ്പലിൽ കിടക്കുമ്പോൾ എങ്ങനെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പുണ്ട്. ആരെങ്കിലും പിടിച്ച് കരയിൽ തള്ളും. വെള്ളത്തിൽ വീണാലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് പ്രാർത്ഥിച്ചേ? മീനിന്റെ വയറ്റിൽ ചെന്നതിന് ശേഷമാണ് പ്രാർത്ഥന നടത്തിയത്. അതായത് ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിൽ വീണപ്പോഴാണ് യോന പ്രാർത്ഥന നടത്തിയത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മളെ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ വീണ് കഴിയുമ്പോഴാണ്. പക്ഷെ അവിടെ പോലും നമ്മളെ തള്ളിക്കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യോന എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രവാചകനെ തള്ളിക്കളയുവാനോ നശിപ്പിക്കുവാനോ ദൈവം ആഗ്രഹിക്കാഞ്ഞത് കൊണ്ടാണ് അവിടെ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ആ നിലവിളി കേട്ടത്. നമ്മുടെ നിലവിളികളെ ദൈവം കേൾക്കുന്നവനാണ്. നമ്മുടെ നോയമ്പിലെ ഒരു പ്രീമിയം സദറുകളിൽ നിലവിളികളെ പറ്റിയാണ് പറയുന്നത്. ധാരാളം നിലവിളികളെ പറ്റി പറയുന്നുണ്ട്. ഇസഹാക്ക് ബന്ധനത്തിൽ നിലവിളിച്ചു, യഹോവ അവിടെ നിന്ന് അവനെ രക്ഷിച്ചു. യോസഫ് പൊട്ടക്കണത്തിൽ യഹോവയോട് നിലവിളിച്ചു, അവിടെ നിന്നും ജോസഫിനെ രക്ഷിച്ചു. ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ നിന്നും യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് രക്ഷിച്ചു. ഹാഗാർ മരുഭൂമിയിൽ നിന്നോട് നിലവിളിച്ചു, അവിടുന്ന് രക്ഷിച്ചു. ശദ്രക് മേശക് അബേദ്നെഗോ എന്ന പൈതങ്ങൾ തീയിൽ കിടന്ന് നിന്നോട് നിലവിളിച്ചു, അവിടുന്ന് രക്ഷിച്ചു. യിരെമ്യാ കുഴിയിൽ നിന്ന് നിന്നോട് നിലവിളിച്ചു, അവിടുന്ന് യഹോവ രക്ഷിച്ചു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് നിന്നോട് നിലവിളിച്ചു, അവിടുന്ന് രക്ഷിച്ചു. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ചില അവസ്ഥകളിൽ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആത്മാർത്ഥമായി ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ലെന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം.
യഥാർത്ഥ ആത്മാർത്ഥമായ ഹൃദയത്തോടുകൂടി, യഥാർത്ഥ അനുതാപത്തോടുകൂടി തെറ്റുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കഴിയുമ്പോഴാണ് ദൈവം രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഈ എളിയവൻ നിലവിളിച്ചു. ആരാ? രാജാവാണ്. ദാവീദ് എന്ന് പറഞ്ഞ രാജാവാണ് ദൈവത്തിന്റെ സന്നിധി പറയാണ്, ഈ എളിയവനാണ് നിലവിളിച്ചത്. ദൈവമേ, ഞാൻ എളിയവനാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ കുറവുള്ളവനാണ്, നിന്റെ സന്നിധി നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, നീ രക്ഷിക്കണമേ. അങ്ങനെ പറയാൻ കഴിയുമോ? 13-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണോ അറിയോ? 13-ാം സങ്കീർത്തനക്കാരൻ വലിയ വിലാപങ്ങളാണ്. യഹോവേ, എത്രത്തോളം ഞാനിതൊക്കെ സഹിക്കും? എത്രത്തോളം നിന്റെ മുഖം ഞാൻ കാണാതെ വണ്ണം നീ മറയ്ക്കും? എത്രത്തോളം എൻ്റെ ശത്രുക്കൾ എൻ്റെ നേരെ ഉയർന്നു നിൽക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളമാണ് ദൈവമേ. നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങളിൽ കൂടെ കടന്നു നമുക്ക് തോന്നിയേക്കാം, അല്ലേ? ദൈവമേ, എത്രത്തോളം ഞാൻ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം നിന്റെ മുഖം എനിക്ക് നീ മറച്ചു കളയും? അപ്പൊ അവിടെ സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനക്കാരനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പറയണം, ദൈവമേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. യഹോവ മുഖം മറച്ചാൽ പിന്നെ ആർക്കാ നിൽക്കാൻ നോക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്ന ഹൃദയത്തോടു കൂടി അഹങ്കാരങ്ങളെല്ലാം ഉപേക്ഷിച്ച്, നമ്മുടെ പൊങ്ങച്ചങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവമേ എന്ന് പറയാനുള്ള ഒരു ആർജവത്വം നമുക്കുണ്ടായിരിക്കണം. 13-ാം സങ്കീർത്തനക്കാരത്തെ വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. യഹോവേ, നീ കൃപ ചെയ്യണമേ, നീ ഉത്തരമരുളണമേ, എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നമ്മുടെ പ്രാർത്ഥന ഏതായിരിക്കണം? ദൈവമേ, നീ എനിക്ക് ഉത്തരമരുളണം, എനിക്ക് കൃപ ചെയ്യണം, എൻ്റെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണം. നല്ലൊരു പാതയിൽ കൂടി എനിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് പ്രകാശിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഞാനിപ്പം പാപത്തിന്റെ അടിമത്തത്തിൽ, ദുഃഖങ്ങളുടെ പ്രതിസന്ധിയിൽ, രോഗത്തിന്റെ പിടിയിൽ ഒക്കെ പെട്ട എൻ്റെ കണ്ണ് കാണാൻ വയ്യാതെ, എങ്ങോട്ട് യാത്ര ചെയ്യണമെന്നറിയാതെ, എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ഞാൻ പോകുകയാണ്. അപ്പോൾ നീ എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ എനിക്ക് നേരായ പാതയിൽ കൂടി നടക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ യഹോവ രക്ഷിച്ചു. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാ? ദൈവത്തിന്റെ മുഖം കാണാനാണ്, ശുദ്ധീകരിക്കപ്പെടാനാണ് പ്രാർത്ഥന. ആരാധിക്കുന്ന എന്തിനാ? ദൈവത്തിന്റെ മുഖം കാണാനാണ്. ദൈവത്തിന്റെ മുഖം കണ്ടിട്ട് പോയാൽ സന്തോഷത്തോടു കൂടി പോകാനൊക്കും. 27-ാം സങ്കീർത്തനക്കാരന്റെ ആഗ്രഹം എന്തായിരുന്നു? 2-3 ആഗ്രഹങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്താ? ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിക്കുന്നു, ഒറ്റ കാര്യം, യഹോവയുടെ മനോഹരത്വം കാണണം, അവന്റെ ആലയത്തിൽ പാർക്കണം, ആയുഷ്കാലം മുഴുവൻ ആലയത്തിൽ പാർക്കണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. ഇതാണ് സങ്കീർത്തനക്കാരന്റെ ആഗ്രഹം. അപ്പൊ ആ സങ്കീർത്തനക്ക് ഒറ്റ കാര്യമേ അപേക്ഷിക്കുന്നുള്ളൂ. എന്താണ്? ദൈവത്തിന്റെ മനോഹരത്വം കാണണം, ദൈവത്തിന്റെ മുഖം കാണണം. ദൈവത്തിന്റെ മുഖം കാണാൻ ആ ദേവാലയത്തിൽ വന്നത്. ദൈവത്തിന്റെ ആ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. ശുദ്ധീകരിക്കപ്പെടലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആ തേജസ്സിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുന്നത്? നമ്മുടെ കുറവുകൾ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ, അതുകൊണ്ടാണ് ഒരു സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ മുഖപ്രകാശ രക്ഷയാകുന്നു. യഹോവയുടെ മുഖപ്രകാശ രക്ഷയാകുന്നു. ദൈവത്തിന്റെ മുഖം കാണുമ്പോഴാണ്, ആ സൗന്ദര്യത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ മാത്രമേ അത് ദൈവത്തിന്റെ അടുക്കൽ ഏറ്റുപറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മതിച്ചു കൊടുക്കാതെ നമ്മൾക്ക് അനുഗ്രഹം കിട്ടത്തില്ല. നമുക്കറിയാം, ചുങ്കക്കാരനായ മനുഷ്യനും പരീശനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടത് ചുങ്കക്കാരൻ്റെയാണ്. കാരണം എന്താണ്? തന്നെ താഴ്ത്തി, തൻ്റെ കുറവുകൾ, താൻ പാപിയാണ്, കുറവുള്ളവനാണെന്നുള്ളത് പറയാൻ ധൈര്യമുണ്ടായി എന്നുള്ളതാണ്. പലർക്കും താൻ പാപിയാണ് എന്ന് പറയാൻ ഒരു ധൈര്യമില്ല. തൻ്റെ ബലഹീനതകൾ സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾക്ക് മടിയാണ്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മതിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. MT വാസുദേവൻ നായരുടെ മനോഹരമായൊരു കഥയുണ്ട്. അക്കൽഡാമയിൽ പൂക്കൾ വിടരുമ്പോൾ, അക്കൽഡാമ എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ,
വിശുദ്ധ വേദപുസ്തകത്തിലുള്ളതാണ്. യൂദയുടെ പൈസ വലിച്ചെറിഞ്ഞ് സ്ഥലങ്ങളാണ്. അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ ഒരു ദിവസം യേശുവും, വർഷങ്ങൾ കഴിഞ്ഞു, യേശു യൂദായെയൊക്കെ വിളിച്ചുണർത്തി രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ യാത്ര ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു കുരുടനായ മനുഷ്യൻ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നത് കണ്ടു. അപ്പോൾ യേശുവിനോട് യൂദ പറഞ്ഞു, കർത്താവേ, അവിടുന്ന് ധാരാളം കുരുടന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ടല്ലോ, ഇയാളെ ഒന്ന് സൗഖ്യമാക്കും. അപ്പോൾ യേശു തൻ്റെ വലത്തെ കീശയിൽ കൈയിട്ടിട്ട് കുരുടനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ല, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. അപ്പൊ ഈ കുരുടനായ മനുഷ്യൻ യേശുവിനോട് പറഞ്ഞു, അങ്ങയുടെ ഇടത്തെ കീശയിലൂടെ ഒന്ന് കൈയിട്ട് നോക്കിക്കുകയും. ആരാ പറഞ്ഞ്? കുരുടൻ. യഥാർത്ഥത്തിൽ കുരുടനല്ല, ഭിക്ഷ യാചിക്കാൻ വേണ്ടി കുരുടനെന്ന് അഭിനയിക്കുകയാണ്. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഒരു കുഷ്ഠരോഗി ഭിക്ഷ യാചിക്കുന്നു. അപ്പൊ യൂദയോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു അധികാരം തരാൻ പോവാണ് ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ. ഈ കുഷ്ഠരോഗിയുടെ ദേഹത്തൊക്കെ നീ ഒന്ന് കൈയിട്ട് തടവി അതിനെ സൗഖ്യമാക്കും. ഉടനെ യൂദ കുഷ്ഠരോഗിയുടെ ദേഹത്തൊക്കെ ഒന്ന് തടവി, അയ്യോ എന്തോ പറ്റി, കയ്യേലെല്ലാം ഗോതമ്പ് മാവും ചുമന്ന കളറും. യഥാർത്ഥത്തിൽ കുഷ്ഠരോഗിയല്ല, ഭിക്ഷ യാചിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നീ കാപഠ്യവുമായി ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ ദൈവത്തിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല. കുരുടൻ യഥാർത്ഥ കുരുടനായിരുന്നാൽ തീർച്ചയായിട്ടും അവിടെ സൗഖ്യം കിട്ടിയേനെ. കുഷ്ഠരോഗി യഥാർത്ഥത്തിൽ കുഷ്ഠരോഗിയായിരുന്നെങ്കിൽ തീർച്ചയായും സൗഖ്യം കിട്ടിയേനെ. ഇവിടെ സൗഖ്യം കിട്ടാഞ്ഞതിന് കാരണം എന്താ? കാപഠ്യവുമായി ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ ദൈവത്തിന് നമ്മളെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ മുഴുവനായി തുറന്ന് നമ്മളെ തന്നെ പരിപൂർണമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമുക്ക് അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് അനുഗ്രഹം കിട്ടുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ കാപഠ്യവുമായിട്ടാണ് നമ്മൾ വരുന്നത്. മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ അടുക്കൽ വരുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കാണിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ പൊങ്ങച്ചങ്ങളും എല്ലാം മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ ഒക്കത്തുള്ളൂ. സക്കായിയോട് യേശു എന്താ പറഞ്ഞു? നീ ആ മരത്തിൽ നിന്നും ഇറങ്ങി വരൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്റെ അഹങ്കാരവും നിന്റെ അഹംഭാവവും പൊങ്ങച്ചവും ഒക്കെ ഉപേക്ഷിച്ച് നീ എൻ്റെ അടുക്കലേക്ക് വരൂ, നിന്നെ ഞാൻ രക്ഷിക്കും. അങ്ങനെ സക്കായി ഇറങ്ങി വന്നപ്പോൾ സക്കായിയുടെ ഭവനത്തിന് രക്ഷയുണ്ടായി. ആ ഭവനത്തിൽ യേശു ചെന്നു. നീ നിന്റെ പൊങ്ങച്ചവും അഹങ്കാരവും അഹംഭാവങ്ങളുമെല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്റെ അടുക്കൽ വരും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതിന് തയ്യാറാണോ? അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. യഹോവയോട് നിലവിളിക്കണം. തകർന്ന നുറുങ്ങി യഹോവയോട് നിലവിളിക്കുമ്പോൾ, ആത്മാർത്ഥമായി ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയില്ല. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ മരിക്കത്തക്കതായ രോഗം പിടിപെട്ടു. വിദേശ ആക്രമണങ്ങളുണ്ടായി. 2 സന്ദർഭങ്ങളിലും യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ യഹോവ അദ്ദേഹത്തെ ആ പ്രശ്നത്തിൽ നിന്നും വിടുവിച്ചു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമുക്കും പറയാൻ കഴിയും, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ എന്നെ വിടുവിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. സകല ഭയങ്ങളിൽ നിന്നും യഹോവ വിടുവിച്ചു. എന്റെ ബന്ധനങ്ങളെ അവൻ അഴിച്ചിരിക്കുന്നു എന്നാ സങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയണം. നമ്മളെ ദൈവം പിടിക്കാൻ തയ്യാറാണ്. നമുക്കറിയാം, പത്രോസ് വെള്ളത്തിൽ കൂടി നടക്കുകയാണ്. കർത്താവ് പറഞ്ഞിട്ട് തന്നെ നടന്നത്. പക്ഷേ അദ്ദേഹം മുങ്ങിപ്പോയി. ഉടനെ എന്ത് ചെയ്തു? യേശു കൈ നീട്ടി അവനെ പിടിച്ചെന്നാ പറയുന്നത്. അല്ലാതെ പത്രോസ് കൈ നീട്ടി പിടിക്കുക എല്ലാവരും ഇല്ലേ? പത്രോസ് അല്ല കൈ നീട്ടി യേശുവിനെ പിടിച്ചത്, മറിച്ച് യേശു കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. Jesus stretched out his hand and caught him എന്നാണ്. അവൻ കൈ നീട്ടി, യേശു കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മൾ മുങ്ങിത്താഴാൻ പോകുമ്പോൾ ദൈവം കൈപിടിച്ച് രക്ഷിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മുങ്ങിത്താഴുമ്പോൾ ദൈവം നമ്മളെ കൈപിടിച്ച് രക്ഷിക്കും. അതാണ് ദൈവം പത്രോസിനെ കൈനീട്ടി പിടിച്ചെന്നാ പറഞ്ഞു. കുഷ്ഠരോഗിയായ മനുഷ്യനെ യേശു എന്താ ചെയ്തത്?
കൈ നീട്ടി തൊട്ടു എന്നാ പറയുന്നത്. കൈ നീട്ടി തൊട്ടു. ആ സ്പർശമാണ് കുഷ്ഠരോഗിക്ക് വലിയ മാറ്റം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ മാനസികവും ശാരീരികവുമായ ഏത് പ്രതിസന്ധികളിലും ദൈവം നമ്മുടെ അടുക്കൽ നിൽക്കുന്നുണ്ട്, നമ്മളെ കൈ നീട്ടി തൊടാൻ വേണ്ടി. ദൈവം നമ്മളെ കൈ നീട്ടി തൊട്ടാൽ നമുക്ക് വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. അപകടങ്ങളിൽ പെടുമ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കുകയാണ്. അത് ഈ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുകയാണ്. ഞാൻ രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ യഹോവയോട് പ്രാർത്ഥിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ കൂടെയുള്ളത് കൊണ്ട് ഒന്നിനെയും പേടിക്കണ്ട. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെയും പേടിക്കണ്ട. പക്ഷെങ്കിൽ ദൈവം കൂടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം, ആരാധനയുണ്ടായിരിക്കണം. ആരാധന എന്ന് പറയുന്നത് നമ്മളെ തന്നെ പരിപൂർണമായി ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മുഖം കാണാനാണ് ആരാധന. ദൈവത്തിന്റെ മുഖത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾ നമുക്ക് ബോധ്യമാക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. ആരാധന എന്ന് പറയുന്നത് ശുദ്ധീകരിക്കലാണ്. നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. വീണ്ടും ഈ സങ്കീർത്തനത്തിന്റെ 10ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യഹോവയെ പറ്റി ധാരാളം കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടുത്തെ അർത്ഥം ഫ്രീ ഫ്രം ടെൻഷൻ ആൻഡ് ഫിയർ. നമ്മളെ നിരാശകളിൽ നിന്നും പേടിയിൽ നിന്നുമൊക്കെ സ്വതന്ത്രമായി ഇരുന്നോളാനാ പറഞ്ഞത്. ഫ്രീ ഫ്രം ടെൻഷൻ ആൻഡ് ഫിയർ. പേടിയിൽ നിന്നും നിരാശകളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നുമെല്ലാം നമ്മൾ മാറിയിരുന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ട്. മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളണം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഈ സങ്കടങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ ടെൻഷനുകളിലേക്ക് അങ്ങ് പോകുകയാണ്. അറിയാതെ തന്നെ നിരാശകളിൽ നമ്മൾ വീണ്ടും പോകുകയാണ്. ഇല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, ധാരാളം സങ്കീർത്തനത്തിലുണ്ട്, യഹോവയിൽ പ്രത്യാശ വെക്കുക. യഹോവയിൽ പ്രത്യാശ വെക്കുക. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമുക്ക് ചെയ്യാനുള്ള മറ്റു മാർഗം എന്താണ്? 1 പ്രാർത്ഥന, 2 പ്രതീക്ഷ ദൈവത്തിൽ വെക്കണം, പ്രത്യാശ ദൈവത്തിൽ വെക്കണം. അല്ലേ? സങ്കീർത്തനക്കാരനെ, ജന്മനമേ നീ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? യഹോവയിൽ പ്രത്യാശ വെക്കുക. യഹോവ നിന്റെ മുഖപ്രകാശ രക്ഷയാകുന്നു. അപ്പൊ യഹോവയിൽ പ്രതീക്ഷ വെക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിക്കാൻ സാധിക്കണം. ദൈവം നമ്മളെ കൈവിട്ടാലും നമ്മൾ ദൈവത്തെ കൈവിടരുത്. കാരണം നമുക്കാണ് ദൈവത്തെ ആവശ്യം. ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ, ദൈവത്തെക്കാൾ കൂടുതൽ നമുക്കാണ് ദൈവത്തെ കൂടുതൽ ആവശ്യം. അപ്പോൾ ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ ദൈവത്തെ കൂടുതൽ വേണ്ടിയത് ആർക്കാണ്? നമുക്കാണ്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. ദൈവം നമ്മളെ കൈവിട്ടേക്കാം, ഇല്ലേ? യേശുക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ കടന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവത്തിന് തോന്നി. പക്ഷെ ദൈവം കൈവിട്ടെന്ന് നമുക്കും തോന്നിയേക്കാം. പക്ഷെ ദൈവം കൈവിടുമ്പോൾ നമ്മൾ ദൈവത്തെ കൈവിടാമോ? ദൈവത്തെ നമ്മൾ കൈവിട്ടാ പിന്നെന്താ രക്ഷ? മുറുകെ പിടിക്കണം. അതാണ്, ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ജ്ഞാനായക്കാരിയായ സ്ത്രീ തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ പുറകെ നടന്നു. യേശു എന്തെല്ലാം നിരാസങ്ങളാണ് കൊടുത്തത്. പക്ഷെ എന്ത് ചെയ്തു? അവൾ വീണ്ടും വീണ്ടും ചെല്ലുകയാണ്. നമ്മളെ എത്രമാത്രം നിരാശകളിലൂടെ നമ്മളെ എത്രമാത്രം തള്ളിക്കളഞ്ഞാലും നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. കാരണം നമ്മൾ കൂടെ കൂടെ ചെല്ലണം. അങ്ങനെ കൂടെ കൂടെ ചെല്ലുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിട്ടെന്ന് തോന്നിയാൽ പോലും ദൈവത്തെ കൈവിടാൻ നമുക്ക് സാധിക്കരുത്. പലപ്പോഴും നമ്മളെങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുമ്പോൾ ഇനി ദൈവത്തിന്റെ കൂട്ട് വേണ്ടാന്ന് പറഞ്ഞ് മാറിപ്പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, ഏത് തകർച്ചയിലും താഴ്ചയിലും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തിനെ കൂട്ടുപിടിക്കാനും നമ്മൾ ശ്രമിക്കണം. അതിന് പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രതീക്ഷയുള്ള ഒരു ജീവിതം. പൗലോസ്ലീഹ പറയുന്നു, പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആളായിരുന്നു.
ഞങ്ങൾ കഷ്ടമനുഭവിക്കുന്നവരാണ്, ഞങ്ങൾ ഞെരുങ്ങിയിരിക്കുന്നവരാണെങ്കിലും നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ വീണു പോകുന്നെങ്കിലും തകർന്നു പോകുന്നില്ല. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ വീണു പോകുന്നെങ്കിലും നിരാശപ്പെടുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം. അവിടെയൊക്കെ നിരാശപ്പെടാതെ നിൽക്കുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കും. ആ വിശ്വാസമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കുകയില്ല. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമ്മളെ സാധിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കൂടെ ആരുമില്ലെന്നൊരു തോന്നലുണ്ടാകുന്നതുകൊണ്ടാണ് ഭയമുണ്ടാകുന്നത്, ഇല്ലേ? നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയത്തിന്റെ കാര്യമുണ്ടോ? രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരിക്കും, പക്ഷെ 10 പേരുണ്ടെങ്കിൽ ഏത് ഇടങ്ങളിലും നമ്മൾ പോകും, ഇല്ലേ? നമ്മൾ ഏതിടങ്ങളിലും പോകും കൂട്ടിനാളുണ്ടെങ്കിൽ. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിലോ ചില മേഖലകളിൽ നമ്മൾ പോകുകയില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പോകാൻ ഒക്കാത്തത്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിരാശപ്പെടാതെ ഏത് പ്രതിസന്ധികളിലും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് യഹോവ പറയുന്നുണ്ടല്ലോ, യാക്കോബിനോടൊക്കെ പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എപ്പോൾ ദൈവിക ദർശനം ഉണ്ടായാലും അതിൻ്റെ കൂടി ഈ ആശ്വസിപ്പിക്കുന്ന വാക്കുണ്ട്. നമുക്കറിയാം, വിശുദ്ധ വേദോസ്തവത്തിൽ എപ്പോഴൊക്കെ ഒരു ദൈവിക ദർശനം ആർക്കൊക്കെ ഉണ്ടായാലും അതിൻ്റെ കൂടെ മനോഹരമായ ഈ ദൈവിക ആശ്വാസ വാക്കുണ്ട്. എന്താണ്? ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഈ ഇതുണ്ടോ? അപ്പൊ ആ ഭയമില്ലാതെ പേടിയില്ലാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം കൈപിടിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 45-ാം അധ്യായത്തില് കോരശ് എന്ന് പറയുന്ന ഒരു പാർസി രാജാവിനെ പറ്റി യഹോവയുടെ അരുളപ്പാട് ഇപ്രകാരമാണ്. അതായത് ബാബിലോൺ എന്ന് പറയുന്ന പ്രവാസത്തിൽ ഇസ്രായേൽ കഴിയുകയാണ്. ഈ ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്നും യഹോവയുടെ കൽപ്പന പ്രകാരം ഇസ്രായേലിനെ വിടുവിക്കേണ്ടത് കോരശാണ്. കോരശ് എന്ന് പറഞ്ഞ പാർസി രാജാവ് ബാബിലോണിനെ തകർത്ത് കളയുകയാണ്. അറിയാം, 137-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് വിലാപ സങ്കീർത്തനമാണ്. അതായത് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു, ബാബേലിന്റെ നദീതീരത്ത് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു എന്ന് പറഞ്ഞ് വലിയ സിയോനെ കുറിച്ച്, യെരൂശലേമിനെ ഓർത്ത് വിലപിച്ചിരിക്കുന്ന യഹൂദന്മാരാണ് കാണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 137. അപ്പൊ ബാബിലോണിന്റെ തീരത്തിരുന്നു ആ സങ്കടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി കോരശ് എന്ന് പറഞ്ഞ ഒരു പാർസി രാജാവിനെ യഹോവ ഉയർത്തുകയാണ്. അപ്പൊ ഈ കോരശിനെ പറ്റി യഹോവ 45-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ അവന്റെ വലം കൈ പിടിച്ചവനെ നടത്തും. പിന്നെ പറയുന്നത് എന്തറിയാവോ? ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും ഞാൻ നിനക്ക് തരുമെന്നാണ് പറയുന്നത്. ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധിയെയും ഞാൻ നിനക്ക് തരും. എന്താ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞു, രാത്രിയിലെ നിക്ഷേപങ്ങൾ എന്താണ്? അതായത് രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥനയിൽ കൂടിയാണ് ഈ നിക്ഷേപങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ നിക്ഷേപങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അവൻ വലം കൈ പിടിച്ച് നടത്തും. നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശരായി ജീവിക്കുമ്പോൾ യഹോവ വലം കൈ പിടിച്ച് നമ്മളെ നടത്തി നമുക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധിയെയും തരും. പക്ഷെ ആ ഇരുട്ടിലെ നിക്ഷേപം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനയാണ്. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, ഇരുട്ടിലാണ് മനോഹരമായ പുഷ്പങ്ങളൊക്കെ വിരിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടാണെന്ന് തോന്നി നമ്മൾ നിരാശപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടവരാകും. പക്ഷെ ഇരുട്ടിലാണ് മനോഹരമായ പുഷ്പങ്ങൾ വിരിയുന്നത്. മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇരുട്ടിലാണ് കൂടുതൽ കാഴ്ച കിട്ടുന്നത്. കാരണം എന്താ? മരുഭൂമിയിൽ ദശ മനസ്സിലാകുകയില്ല പകല്, പക്ഷെ രാത്രിയിലാണെങ്കിൽ എന്ത് ചെയ്യും? നക്ഷത്രങ്ങളുണ്ട്. അപ്പം ഇരുട്ടിന്റെ അവസ്ഥയിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ യഹോവ വലം കൈ പിടിച്ച് നമ്മളെ നടത്തും എന്നൊരു ബോധ്യം നമ്മളെ ഭരിക്കണം. അതാണ് പ്രതീക്ഷ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ പ്രതിസന്ധികളിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ വലം കൈ പിടിച്ച് നടത്തും എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷെ പലപ്പോഴും നമ്മൾ തകർന്നു പോകുകയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ. ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മളെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ സഹായിക്കുന്നത്.
നമ്മളെ സഹായിക്കാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നല്. ഒറ്റയ്ക്ക് മതി. എലീശ എന്ന പ്രവാചകൻ ഒറ്റയ്ക്കാണ്. എലീശ എന്ന് പറഞ്ഞ പ്രവാചകൻ ഒറ്റയ്ക്കാണ്. പക്ഷേ അരാം രാജാവിന്റെ സൈന്യം, വലിയൊരു സൈന്യം അദ്ദേഹത്തെ പിടിക്കാൻ വന്നപ്പോൾ പോലും യഹോവയുടെ വലിയ സൈന്യം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏകസി എന്ന് പറഞ്ഞ വൃത്യൻ പേടിച്ചുപോയി. പക്ഷെ എലീശയ്ക്ക് പ്രശ്നമില്ല. കാരണം എലീശയുടെ കൂടെ ആരാ? ദൈവത്തിന്റെ വലിയ സൈന്യമാണുള്ളത്. പ്രാർത്ഥനയുള്ളവരുടെ ജീവിതത്തിൽ, ആരാധനയുള്ളവരുടെ ജീവിതത്തിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ നമ്മളെ ജീവിക്കാൻ മുന്നോട്ട് നയിക്കുന്നത് ഈ ദൈവിക വിശ്വാസമാണ്. ആ ദൈവവിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത്. പ്രതിസന്ധികളിൽ തകരാതെ നിൽക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ നെസ്റ്റ് പ്ലീസ് എന്ന് പറഞ്ഞൊരു കവിത, ആ നെസ്റ്റ് പ്ലീസ് എന്നുള്ള കവിതയിൽ ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ പെട്ടെന്ന് നമുക്ക് നിരാശരാകുന്ന ഒരു സംഭവമാണ്. ഒരു മനുഷ്യൻ ഒരു നദീതീരത്ത് കപ്പൽ കയറാൻ വേണ്ടി തുറമുഖത്ത് നിൽക്കുകയാണ്. കപ്പൽ വരട്ടെ എന്ന് ചിന്തിച്ച് തുറമുഖത്ത് നിൽക്കുമ്പോൾ വളരെ ദൂരെ നിന്ന് കപ്പലിന്റെ ഒരു വെട്ടം കണ്ടു. കപ്പൽ അടുത്തടുത്ത് വരികയാണ്. അടുത്തടുത്ത് വന്ന കപ്പൽ കണ്ടപ്പോൾ ഈ മനുഷ്യന് ഭയങ്കര സന്തോഷമായി. ഉടനെ തുറമുഖത്ത് അടുക്കുമല്ലോ. അങ്ങനെ പ്രതീക്ഷയോടുകൂടെ നിന്നെങ്കിലും ഈ കപ്പൽ അടുത്തടുത്ത് വന്നിട്ട് ആ തുറമുഖത്ത് അടുക്കാതെ അങ്ങ് പൊക്കളഞ്ഞു. ഭയങ്കരമായിട്ട് അയാൾ നിരാശപ്പെട്ടു. ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ വരുന്നുവെന്ന് തോന്നിപ്പിച്ചിട്ട് അങ്ങ് പൊക്കളഞ്ഞു. അങ്ങനെ വിഷാദനായി നിരാശനായി നിൽക്കുമ്പോൾ വീണ്ടും ഒരു കപ്പൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു സന്തോഷമായി. അതായത് ഇത്രയും കൂടെ നിന്നാൽ മതിയല്ലോ. അതിങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ സന്തോഷം വർദ്ധിച്ചു. അടുത്തടുത്ത് വന്നിട്ട് തുറമുഖത്ത് എടുക്കാതെ അതും പൊക്കണം. വീണ്ടും നിരാശയായി. അങ്ങനെ വീണ്ടും അടുത്ത കപ്പൽ, അതും ദൂരെ നിന്ന് കണ്ടപ്പോൾ പ്രതീക്ഷയായി. അടുത്തടുത്ത് വരുമ്പോൾ സന്തോഷമുണ്ടായി. അതും തുറമുഖത്തെടുക്കാതെ അങ്ങ് പൊക്കളഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങൾക്കുണ്ടായാലും ബസ് കയറാൻ നിന്നാൽ പോലും നമുക്ക് ദേഷ്യം വരും, ഇല്ലേ? അല്ലേ? നമുക്ക് ഭയങ്കരമായ ദേഷ്യം വരും. നമ്മൾ കോപിക്കും, നിരാശപ്പെടും. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മളെ പ്രതീക്ഷകളാണ് ജീവിതം. പക്ഷെ ആ പ്രതീക്ഷ പോലെ ചിലപ്പം കാര്യങ്ങൾ നടക്കണമെന്ന് നിശ്ചയമില്ല. പക്ഷെ നമ്മളെ ആ പ്രതീക്ഷയിൽ ജീവിപ്പിക്കുന്നത് ദൈവമാണ്. ആ പ്രതീക്ഷയില്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കുകയില്ല. ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ, ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഒക്കത്തുള്ളൂ. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് തിങ്കിങ് ആണെന്നാണ് പറയുന്നത്. ദൈവിക വിശ്വാസമുള്ളവർക്ക് മാത്രമേ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകുകയുള്ളൂ. നമുക്കറിയാം, മോശ ഇസ്രായേൽ കനാൻ നാട് ഒറ്റുനോക്കാൻ വേണ്ടി രണ്ടുപേരെ അയച്ചു. ആദ്യം അവർ രണ്ടുപേരും പോയി തിരിച്ചു വന്നിട്ട് പ്രതീക്ഷകളുള്ള ഒരു വാക്കല്ല പറഞ്ഞത്, നിരാശപ്പെടുത്തുന്ന വാക്കാണ് പറഞ്ഞത്. കൊള്ളാം, കനാൻ നാട് കൊള്ളാം, കനാൻ നാട്ടിലെ പാലും തോനുമെടുക്കുന്ന നാടാണ്. പക്ഷെ അവിടുത്തെ ആൾക്കാർ മല്ലന്മാരെ പോലെയാണ്. അവരെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല. പിന്നീട് മോശ രണ്ടുപേരെ പറഞ്ഞു വിട്ടു, യോശുവയും കാലേബിനെയും. അവർ രണ്ടുപേരും ചെന്ന് ദേശം ഉറ്റുനോക്കി തിരിച്ചു വന്നപ്പം പറഞ്ഞതെന്താണ്? അവിടെ മല്ലന്മാരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ യഹോവയുണ്ടെങ്കിൽ നമുക്കതിനെ പിടിച്ചെടുക്കാം. അപ്പൊ ഇതാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ആദ്യം പോയവരെ ഒരു നെഗറ്റീവ് തിങ്കിങ് ആണ് കൊണ്ട് കൊടുത്തത്. രണ്ടാമത് എന്നവരോ യഹോവയുണ്ടെങ്കിൽ നമുക്കതിനെ പിടിച്ചെടുക്കാൻ സാധിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും പിടിച്ചെടുക്കാൻ സാധിക്കും. കനാൻ നാട്ടിൽ മല്ലന്മാരാണ് താമസിക്കുന്നത്, പിടിച്ചെടുക്കാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. എന്നാൽ മറ്റൊരു പറഞ്ഞു, അങ്ങനെയല്ല, ആ ദേശം ദൈവം നമുക്ക് തരും. അതാണ് പ്രതീക്ഷ, പോസിറ്റീവ് തിങ്കിങ്. ദൈവത്തിന്റെ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകുകയുള്ളൂ. ജീവിതത്തിന്റെ നിരാശയുടെ അനുഭവത്തിൽ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകണം. നമ്മുടെ സങ്കടങ്ങളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം നമുക്ക് ചില ദുഃഖങ്ങൾ തരുമ്പോൾ, പ്രതിസന്ധി തരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ളൊരു ശക്തിയും കൂടെ തരുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം, മോശ എന്ന് പറഞ്ഞ ആളിനെ ദൈവം തെരഞ്ഞെടുത്തു. അവൻ വിക്കനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തെരഞ്ഞെടുത്തത്. പക്ഷെ മോശയ്ക്കൊരു സംശയം, എനിക്ക് കഴിയുമോ? ദൈവത്തിനറിയാം മോശ വിക്കനാണെന്ന്. പക്ഷെ മോശയ്ക്കൊരു സംശയം, എനിക്ക് കഴിയുമോ? അവിടെ യഹോവയോട് പരാതി പറഞ്ഞു, യഹോവേ, ഞാൻ വിക്കനാണ്,
തടിച്ച നാവുള്ളവനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. യഹോവയല്ലേ സെലക്ട് ചെയ്തത്? മോശയുടെ ആവശ്യപ്രകാരം മാത്രമാണ് അഹ്റോനെ കൊടുത്തത്. മോശ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മോശയ്ക്ക് തന്നെ ഇസ്രായേൽ ജനതയെ നയിക്കാൻ ഒക്കുമായിരുന്നു. കാരണം ദൈവമാണ് തെരഞ്ഞെടുത്തത്. ദൈവം തെരഞ്ഞെടുത്താൽ ദൈവം അതിനൊരു കഴിവൂടെ കൊടുക്കും. ദൈവം ഒരു പ്രതിസന്ധി തന്നാൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ബുദ്ധിയും കൂടെ ദൈവം തരും. യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു ബോധ്യം നമുക്കില്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ആ ബോധ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ആളിനെ കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു യുദ്ധകാലഘട്ടത്തിൽ, രണ്ടാം ലോകമഹാ യുദ്ധകാലഘട്ടത്തിലെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം വലിയ കഴിവുള്ളവനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു നിരാശ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ പുറകെ നിഴൽ പോലെ ഒരു കറുത്ത പട്ടിയുണ്ട്. ആ കറുത്ത പട്ടിയുടെ പേര് അദ്ദേഹം വിളിക്കുന്നത് നിരാശ എന്നാണ്. ഒരു കറുത്ത പട്ടി നമ്മുടെ പുറകെ എപ്പോഴും കൂടിയിരിക്കുകയാണ്. അത് കടിക്കത്തൊന്നുമില്ല, പക്ഷെങ്കിൽ അത് നമ്മളെ കണ്ടമാനം ഉപദ്രവിച്ചു കളയും. ആ പട്ടിയുടെ പേരാണ് നിരാശ. പക്ഷെ ആ നിരാശയെ വിൻസ്റ്റൺ ചർച്ചിൽ അതിജീവിച്ചത്, തൻ്റെ ജീവിതത്തിൽ നിരാശ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം വളരെ വലിയൊരു ജോലി ഏറ്റെടുക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്? നമ്മൾ തകർന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോഴല്ലേ നമ്മളൊരു പ്രധാനപ്പെട്ട ജോലി ഏറ്റെടുത്ത് ഏത് പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മൾ ചില ജോലികൾ ഏറ്റെടുക്കണം. ദൈവത്തിൽ വിശ്വസിക്കണം, പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകണം. അവിടെയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെടുത്താം. ഈ ചെറുപ്പക്കാരന് ഡോർ ടു ഡോർ ബിസിനസ് നടത്തുന്ന മനുഷ്യനാണ്. ഈ ചെറുപ്പക്കാരൻ അവന്റെ ഈ ബിസിനസ്സിൽ കൂടിയാണ് തൻ്റെ കുടുംബം പുലർത്തുന്നത്, തൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിനൊരു അപകടമുണ്ടായി. ഈ അപകടം പറ്റി ഇദ്ദേഹം ആശുപത്രിയിൽ കഴിയുകയാണ്. ആശുപത്രിയിൽ കഴിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കിടക്കയിൽ കിടന്ന് ചിന്തിച്ചു, ഞാനിനി എന്ത് ചെയ്യും? കാരണം എൻ്റെ ഒരു കാല് മുറിച്ചു കളയേണ്ടി വരികയാണ്. അപകടത്തിൽ കാലൊരെണ്ണം മുറിച്ചു കളയേണ്ടി വരുന്നു. താൻ ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ടാണ് തൻ്റെ ഭവനം കഴിയുന്നത്. ധാരാളം ബാധ്യതകൾ തനിക്കുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ചെറുപ്പക്കാരൻ വളരെ വിഷമിച്ച് ആ കട്ടിലിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹം ആ ഹോസ്പിറ്റലിന്റെ അരമതിലിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു കൂട്ടം ഉറുമ്പ് ഒരു ചെറിയ കച്ചിത്തുരുമ്പും അതിന്റെ ഭക്ഷണമായ കച്ചിത്തുരുമ്പ് എടുത്തുകൊണ്ട് ആ ഉപരിതലത്തിൽ കൂടി, ആ മതിലിന്റെ ഉപരിതലത്തിൽ കൂടി യാത്ര ചെയ്യുകയാണ്. കുറച്ചു നേരം അത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ചെന്ന് പറഞ്ഞ് നിന്നുപോയി. നിൽക്കാനുള്ള കാരണം അവിടെ വലിയൊരു വിടവുണ്ടായിരുന്നു. അപ്പം ഉറുമ്പിന് മനസ്സിലായി ഈ വിടവ് കടക്കാൻ പാടാണ്. ഈ വിടവ് ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗർത്തമാണ്. അതുകൊണ്ട് ഉറുമ്പ് അവിടെ നിന്നിട്ട് ആ കച്ചിത്തുരുമ്പ് ആ ഗർത്തത്തിന് കുറുകയിട്ടിട്ട് അതിൽ കൂടി എഴഞ്ഞ് അപ്പുറത്ത് ചെന്നിട്ട് വീണ്ടും അത് വലിച്ചെടുക്കും. അപ്പോൾ ഈ മനുഷ്യന് വളരെയധികം പ്രോത്സാഹനമുണ്ടായി ഈ സംഭവം കണ്ടെത്തി. അദ്ദേഹം ചിന്തിച്ചു, ശരിയാണല്ലോ, ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പിന്റെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഗർത്തമായിരുന്നു. തന്റെ ഭക്ഷണവുമായിട്ട് പോകുമ്പോൾ അക്കരയ്ക്ക് കടക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു വലിയ വിടവ്. ആ ഉറുമ്പ് എങ്ങനെ അതിനെ അതിജീവിച്ചത്? തൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന ആ ഉപകരണം, ആ വസ്തു ഉപയോഗിച്ച് അതിനെ അതിജീവിച്ചു. ഈ ചെറുപ്പക്കാരന് മനസ്സിലായി, നമുക്കും ഇതുപോലെ കഴിയും, തൻ്റെ പ്രതിസന്ധികളിൽ വിജയിക്കാൻ ഇതുപോലെ കഴിയും. ഈ ചെറുപ്പക്കാരൻ നല്ലൊരു തീരുമാനവുമായിട്ട് ആശുപത്രി വിടുന്നത്. അദ്ദേഹം ക്രമേണ വികലാംഗർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാഹനം സമ്പാദിച്ച് അതിൽ കയറി തൻ്റെ ബിസിനസ് ആരംഭിച്ചു. ക്രമേണ അത് വളർന്നു, വലിയൊരു ബിസിനസ് കേന്ദ്രമായി അത് തീരുകയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ആ ചിന്തയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വലിയ ഗർത്തങ്ങൾ പോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ
നമ്മൾ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്, നിനക്ക് ഞാൻ അതിനുള്ള ബുദ്ധി തരും. പക്ഷെ അത് കാണാനോ മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് പ്രാർത്ഥന നടത്തുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവം നമുക്കൊരു ബുദ്ധി തരികയാണ്, എങ്ങനെ ഇതിനെ അതിജീവിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ നമ്മൾ തകർന്നു തരിപ്പണമാകുന്ന സന്ദർഭങ്ങളുണ്ട്. പലപ്പോഴും നമ്മളെ ദൈവം രക്ഷിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. വിശുദ്ധ അന്തോണിയോസ് എന്ന് പറഞ്ഞ പിതാവ് വലിയൊരു സന്യാസി പിതാവാണ്. അദ്ദേഹത്തിനൊരിക്കൽ മാനസികവും ശാരീരികവുമായ വളരെയധികം ക്ലേശമുണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെ ക്ലേശമുണ്ടായി മാനസികമായി തകർന്ന് അന്തോണിയോസ് ദൈവത്തോട് ഇപ്രകാരം ചോദിച്ചു, എന്റെ ദൈവമേ, എന്റെ പ്രതിസന്ധികളിൽ അങ്ങ് എവിടെയായിരുന്നു? ഞാൻ തകർന്നു തരിപ്പണമാകുന്ന സന്ദർഭത്തിൽ അങ്ങ് എവിടെയായിരുന്നു? അപ്പോൾ യേശു അന്തോണീസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, മകനെ, നീ എങ്ങനെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നു എന്ന് കാണാൻ ഞാൻ നിന്റെ അടുക്കൽ തന്നെ നിൽപ്പുണ്ടായി. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് കാണാൻ യേശു നമ്മുടെ അടുക്കൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തിനാ യേശു അടുക്ക നിൽക്കുന്നത്? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി തന്നിട്ട് യേശു നമ്മുടെ അടുക്ക തന്നെ നിൽക്കുകയാണ്. എന്തിനാ യേശു അടുക്ക നിൽക്കുന്നത്? വീഴാൻ പോകുമ്പോൾ പിടിക്കാൻ വേണ്ടിയാണ്. നീ പ്രതിസന്ധികളിൽ നീ തകർന്നു പോയാൽ നിന്നെ കയ്യിൽ താങ്ങാൻ ഞാനുണ്ട് എന്ന് ആണ് യേശു നമ്മളോട് പറയുന്നത്. പ്രതിസന്ധി നീ തന്നെത്താൻ തരണം ചെയ്യണം, പക്ഷേ നിന്റെ അടുത്ത് തന്നെ ഞാൻ നിൽക്കും. നിനക്കതിന് കഴിവില്ലെങ്കിൽ ഞാനോട് നിന്നെ സഹായിക്കുമെന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ടാണ് നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, വെള്ളത്തിൽ കൂടി നടന്നാൽ വെള്ളം നിന്നെ കവിഞ്ഞൊഴുകുകയില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഏത് പ്രതിസന്ധികളിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ നിരാശ ബാധിക്കാതെ യഹോവയിൽ പ്രത്യാശ വെക്കുക എന്നുള്ളതാണ്. ടെൻഷനുകളിൽ നിന്നും പേടികളിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. സങ്കീർത്തനക്കാരൻ, യഹോവ എൻ്റെ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ആ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം നമ്മളെ ഭരിക്കണം. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ മരിക്കത്തക്കതായ രോഗം പിടിപെട്ടു, വൈദേശിക ആക്രമണം ഉണ്ടായി. ഈ രണ്ടു സന്ദർഭങ്ങളിലും തന്റെ മുട്ടുമടക്കി കണ്ണുനീരോട് ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവനെ വിടുവിച്ചു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്കും പറയാം, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവമേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ നിന്റെ മുഖം എനിക്ക് മറച്ചു കളയരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളാകുന്ന അതിൽ ദൈവം നമ്മുടെ മുഖം പലപ്പോഴും മറച്ചു കളയും. നമ്മുടെ സങ്കടത്തോടും അനുതാപത്തോടും നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ മുഖം തേജസ്സുള്ളതാകും. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളിൽ ദൈവത്തോട് അടുത്തു നിൽക്കുവാനും നമുക്ക് സാധിക്കണം. യഹോവയിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ, നിരാശകളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ ദൈവം നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമ്മളെ സഹായിക്കും. ആ ദൈവത്തിൽ നമുക്ക് ശരണം വെക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.